ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു HTML ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. സാധാരണ വെബ്സൈറ്റുകളിൽ യൂസ് ചെയ്യാറുള്ള പലതരത്തിലുള്ള ഫോമുകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ലോഗിൻ ഫോം കണ്ടിട്ടുണ്ട്, അതുപോലെ കോൺടാക്റ്റ് ഫോം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടേതായിട്ടുള്ള ഫോമുകൾ, അതിൽ PDF അതുപോലെ JPG ഫയലുകൾ ഇൻപുട്ടായിട്ട് നൽകുന്ന ഒരു ഫോമുകൾ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ടാഗുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫോമാണ് നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള ഫോം. അപ്പോൾ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും, പിന്നെ അതോടൊപ്പം തന്നെ നമ്മളൊരു കോൺടാക്റ്റ് ഫോം ആയിരിക്കും ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. കോൺടാക്റ്റ് ഫോം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നെയിം, മൊബൈൽ നമ്പർ, അതുപോലെ മെയിൽ, പാസ്വേഡ് ൻ്റെ ആവശ്യമില്ല. നെയിം, മൊബൈൽ, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID, ഈ ഒരു ഡേറ്റ ഇൻപുട്ടായിട്ട് കൊടുത്ത ശേഷം അത് ബാക്ക് എൻഡിലോട്ട് അതിൻ്റെ ഡേറ്റ ഗെറ്റ് ചെയ്ത ശേഷം അത് സ്ക്രീനിലോട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫോം ആദ്യം ക്രിയേറ്റ് ചെയ്യും. അതിന് ശേഷം ബാക്കിയുള്ള ടാഗുകൾ യൂസ് ചെയ്തിട്ടുള്ള ഫോം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഡിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. form.html എന്നുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ഒരു ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോളൂ. നിങ്ങളത് എന്ത് പേരും കൊടുക്കാം. അതിൽ ഈ ഹെഡിനകത്ത് ഈ സ്റ്റൈൽ എന്നുള്ള ടാഗ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനകത്ത് ഞാനൊരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുൻപ് CSSനെ കുറിച്ച് പറയാത്തത് കൊണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ അതേപടി തന്നെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, അത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ചേർത്തു. ബാക്കി നമുക്ക് നമ്മുടെ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഫോം എന്നുള്ള ഹെഡിങ് വരണം. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ബോക്സ്, അതിനകത്ത് ഈ കളറ്, അതൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റൈൽ എന്നുള്ളതിൽ CSSന് സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ക്ലാസ് നെയിമോടെയുള്ള ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. div എന്ന് ഡോട്ട് കണ്ടെയ്നർ എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ കണ്ടെയ്നർ എന്നൊരു ക്ലാസ്സോട് കൂടിയുള്ള ഡിവ് നമുക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഡിവിൻ്റെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് കണ്ടെയ്നറായി. ഈ കണ്ടെയ്നറിനാണ് നമ്മളിവിടെ സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ക്ലാസ്സിൽ ഒരു H1 കൊടുക്കാം. ഈ H1ന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു HTML ഫോം എന്നുള്ള ഒരു പേര് കൊടുക്കാം. അതിനുവേണ്ടി HTML എന്നൊരു പേര് കൊടുത്ത ശേഷം ഫോം എന്നുള്ളൊരു പേര്, അപ്പോൾ ഹെഡിങ് ആയി. ഞാനിത് സേവ് ചെയ്ത ശേഷം ഇതിലൊന്ന് നോക്കൂ. ഇപ്പോൾ HTML ഫോം എന്നുള്ള ആ ഒരു ഹെഡിങ് വന്നു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഒരു ഫോമിൻ്റെ മറ്റുള്ള ടാഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫോം എന്നുള്ളൊരു ടാഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആണ് നമുക്ക് മറ്റുള്ള ടാഗുകളെല്ലാം കൊടുക്കേണ്ടത്. ആദ്യം ഫോം എന്നുള്ളൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള ഒരു ലേബൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലേബൽ എന്ന് പറയുന്ന സമയത്ത് ഒരു ഇൻപുട്ട് ഫീൽഡ്, ആ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പേര് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് വരുന്നതിനെയാണ് ലേബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേബൽ എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം. ലേബൽ എന്നുള്ള ടാഗ് അത് സജഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലേബൽ എന്ന് കൊടുത്തു. അപ്പോൾ ലേബൽ ആ ഫോറിൽ നമുക്ക് ഏത് പേരാണ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന രീതിക്ക് ആ പേര് നമുക്ക് അതിൽ വാല്യൂ ആയിട്ട് കൊടുക്കാം. ഞാനവിടെ നെയിം എൻ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ നെയിം ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേരായതുകൊണ്ട് അതിന് നെയിം എന്ന് കൊടുത്തു. ഞാനിവിടെ നെയിം എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആ പേരായി. ഞാനിതൊന്ന് സേവ് ചെയ്ത ശേഷം റൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്യുന്ന സമയത്ത് നോക്കൂ, ആ നെയിം വന്നു. ഇനി നമുക്ക് വേണ്ടത് ആ നെയിം ഇൻപുട്ടായിട്ട് നൽകുന്നതിനുള്ള ഒരു ഫീൽഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇൻപുട്ടിൽ
ഇൻപുട്ട് ഫീൽഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് എന്നുള്ളൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് കൊടുത്തു. അതിൽ നോക്കൂ, ഒരു ആട്രിബ്യൂട്ട് ടൈപ്പ് എന്നുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുന്നത്. ഞാനിതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്നാക്കി. ഓക്കെ, ഇതിൽ ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് മാത്രമേ അതിൽ ടെക്സ്റ്റായിട്ടുള്ള വേർഡുകൾ അല്ലെങ്കിൽ നമുക്ക് പേരുകൾ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഭാഗത്ത് നമ്പർ ആണെങ്കിൽ നമ്പർ മാത്രമേ ആ ഫീൽഡിൽ ഇൻപുട്ടായിട്ട് നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ലേബൽ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ള നെയിമിന് എഗൈൻസ്റ്റ് അല്ലെങ്കിൽ നെയിമിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ് വന്നു. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വേണ്ടോ, ഒരു ഇൻപുട്ട് ഫീൽഡ് വന്നു. ഓക്കെ, ഇനി ഇവിടെ കൊടുക്കേണ്ടത് ഒരു നെയിം എന്നുള്ളൊരു ആട്രിബ്യൂട്ട് നമുക്കിവിടെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഈ നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇൻപുട്ടായിട്ട് നൽകുന്ന ഡേറ്റ എന്താണോ ആ വാല്യൂ ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ഈ നെയിം എന്നുള്ളത്. ഇതൊരിക്കലും നമ്മൾ ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് എൻഡിലോട്ട് നമ്മുടെ ഡേറ്റ പാസ്സാവുകയില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഞാനിവിടെ നെയിമിന് നമുക്ക് മനസ്സിലാകുന്ന രീതിക്കുള്ള അതേ പേര് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് ഫീൽഡിൻ്റെ നെയിം ആട്രിബ്യൂട്ടിൽ കൊടുത്തിട്ടുള്ളത് നെയിം എന്നുള്ളത് ആണ്. ഓക്കെ, അപ്പോൾ നെയിം എന്ന ലേബൽ, അതുപോലെ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ് വന്നു. ആ ഇൻപുട്ട് ഫീൽഡിൽ ടൈപ്പ് ടെക്സ്റ്റാണ്. അതിൻ്റെ ആട്രിബ്യൂട്ടിൽ നെയിമായിട്ടുള്ള നെയിം ആട്രിബ്യൂട്ടിൽ പേര് കൊടുത്തിട്ടുള്ള നെയിം തന്നെയാണ്. ഓക്കെ, ഇവിടെ പ്ലേസ് ഹോൾഡർ എന്നുള്ള ആട്രിബ്യൂട്ട് കൂടിയുണ്ട്. അത് നമുക്ക് നോക്കാം. പ്ലേസ് ഹോൾഡർ. ഓക്കെ, അത് പ്ലേസ് ഹോൾഡർ കൊടുത്ത ശേഷം അതിൽ നമുക്കിപ്പോൾ ഇവിടെ എൻ്റർ നെയിം എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാനത് സേവ് ചെയ്ത ശേഷം ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, യൂസർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ഈ ഫീൽഡിലോട്ട് എൻട്രി ചെയ്യേണ്ടത് നമ്മുടെ പേരാണ് എന്നതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എൻ്റർ നെയിം എന്നുള്ള ഒരു പ്ലേസ് ഹോൾഡർ. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബാക്കിലുണ്ടായിരുന്ന ആ പ്ലേസ് ഹോൾഡറിൽ ഉണ്ടായിരുന്ന വാല്യൂ മാറി നമ്മുടെ എന്താണോ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ ആ ഡേറ്റയായി മാറും. ഓക്കെ, ഇപ്പോൾ എന്താണ് പ്ലേസ് ഹോൾഡർ, അതുപോലെ എന്താണ് പ്ലേസ് ഹോൾഡർ, അതുപോലെ നെയിം ആട്രിബ്യൂട്ട്, അതുപോലെ ടൈപ്പ്, ഈ 3 ആട്രിബ്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇതല്ലാതെ അടുത്ത ഒരു വാല്യൂ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് കൂടിയുണ്ട്. ഈ വാല്യൂ ആട്രിബ്യൂട്ടിൽ നമുക്ക് എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ സ്ഥാനത്ത് വരുന്ന വാല്യൂ. അപ്പോൾ ഇത് സാധാരണ ഇത് നമുക്ക് വാല്യൂ എന്നുള്ളത് ഇപ്പോൾ അത് ഒഴിവാക്കാം. അതിൻ്റേതായിട്ടുള്ള ഞാനത് ഒഴിവാക്കി. അപ്പോൾ ആദ്യത്തെ ഫീൽഡ് നമുക്ക് കിട്ടി, നെയിം എൻട്രി ചെയ്യുന്നതിനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ 2 സ്റ്റെപ്പ് താഴെ അടുത്ത ഇൻപുട്ട് ഫീൽഡ് വരുന്നതിന് വേണ്ടിയിട്ട്, അടുത്ത ടാഗ് വരുന്നതിന് വേണ്ടിയിട്ട് BR യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു BR കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 BR. ഇനി ഇതേ തന്നെ ഞാൻ കോപ്പി ചെയ്ത ശേഷം താഴെ ഈ രണ്ടാമത്തെ ലേബലിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം സ്ക്രീനിൽ കണ്ടതായിട്ടുള്ള അത് നോക്കൂ, മൊബൈൽ നമ്പറാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മൊബൈൽ നമ്പർ ഇൻപുട്ട് ഫീൽഡിൽ അങ്ങനെ ഒരു ഇൻപുട്ട് ഫീൽഡ് വരുന്നതിന് വേണ്ടിയിട്ട് ഈ ലേബലിൽ മൊബൈലിൽ നിന്ന് കൊടുക്കാം. മൊബൈലിൽ നിന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ആ ലേബലിൽ മൊബൈലിൽ നിന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ എന്ന് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ്, ഈ മൊബൈൽ നമ്പറിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്പർ എന്നുള്ളൊരു ടൈപ്പ് ടൈപ്പിൽ നമ്പർ എന്ന് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പർ എൻട്രി ചെയ്യുന്ന സമയത്ത് അത് നമ്പറാണ് വരേണ്ടത്. മൊബൈൽ നമ്പറിൻ്റെ ഇൻപുട്ട് ഫീൽഡിലേക്ക് ഒരിക്കലും നമുക്ക് ഒരു ടെക്സ്റ്റ് വരാൻ പാടില്ല.
ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പിൽ നമ്പർ എന്ന് കൊടുത്തത്. അതിൻ്റെ നെയിം ആട്രിബ്യൂട്ടിൽ നമുക്ക് മൊബൈൽ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി മൊബൈൽ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മൊബൈൽ എന്നുള്ള വാല്യൂ ആയിരിക്കണം ബാക്ക് എൻഡിൽ നമുക്ക് ഇൻപുട്ട് വരുന്ന വാല്യൂ ഗെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ നെയിം ആട്രിബ്യൂട്ട് ഒരിക്കലും വിട്ടുപോകരുത്. അതുപോലെ അതിൻ്റെ പ്ലേസ് ഹോൾഡർ എൻ്റർ നെയിം എൻ്റർ മൊബൈൽ എന്ന് കൊടുക്കാം. നോക്കൂ, എൻ്റർ മൊബൈൽ എന്നുള്ളത് അതിൻ്റെ പ്ലേസ് ഹോൾഡറിൽ അത് വന്നു. നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ നമ്പർ വന്നു. അതേ സ്ഥാനത്ത് ഞാൻ ഒരു ടെക്സ്റ്റാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ ടെക്സ്റ്റ് വരില്ല. ഓക്കെ, ഇതാണ് ആ നമ്പർ ടൈപ്പ് നമ്പർ എന്ന് കൊടുക്കുന്നത് കൊണ്ടുള്ള വ്യത്യാസം, ടൈപ്പിൽ ടെക്സ്റ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതിൽ കാണുന്ന മെയിൽ. ഓക്കെ, അപ്പോൾ മെയിൽ എങ്ങനെ വരും എന്ന് നോക്കാം. അതിന് ഇതേപോലെ തന്നെ ഇത് ഞാൻ ഈ BR വരെ കോപ്പി ചെയ്ത ശേഷം ഞാനത് കോപ്പി ചെയ്ത ശേഷം ഇവിടെ കൊടുത്തു. ഈ ലേബലിൽ ഞാൻ കൊടുക്കുന്നത് മെയിൽ എന്നാണ്, ഇമെയിൽ എന്ന് കൊടുത്തു. ഇതിൻ്റെ ഫോറിലും ഇമെയിൽ എന്ന് തന്നെ മെയിൽ എന്ന് കൊടുക്കാം. അപ്പോൾ മെയിലിനെ കാണിക്കുന്നതാണ് എന്നുള്ളത്. മെയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇമെയിൽ എന്നുള്ള ഒരു ആട്രിബ്യൂട്ടിൽ അതിൻ്റെ ടൈപ്പിൽ ഇമെയിൽ എന്ന് കൊടുക്കാം. അങ്ങനെയെങ്കിൽ ആ ഇമെയിലിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമെയിലിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ലെറ്റർ മാത്രമേ അതിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിൽ @ മിസ്സാവുകയാണെങ്കിൽ അത് നമ്മളെ വാണിംഗ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെയിം ആട്രിബ്യൂട്ടിൽ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് മെയിൽ എന്ന് കൊടുത്തു. ഓക്കെ, ഞാനിത് മെയിൽ എന്ന് കൊടുത്തു. അതിൻ്റെ പ്ലേസ് ഹോൾഡറിൽ എൻ്റർ മെയിൽ എന്ന് കൊടുക്കാം. എൻ്റർ മെയിൽ എന്ന് കൊടുക്കും. ഞാൻ കോപ്പി ചെയ്ത ശേഷം സേവ് ചെയ്ത ശേഷം അതൊന്ന് കൊടുക്കുന്നത്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ, എൻ്റർ മെയിൽ എന്ന് വന്നിട്ടുണ്ട്. 2 BR വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, എൻ്റർ ഇമെയിൽ എന്ന് വന്നു. ആദ്യത്തെ എൻ്റർ നെയിം, എൻ്റർ മൊബൈൽ, എൻ്റർ ഇമെയിൽ, ആ പ്ലേസ് ഹോൾഡറിൽ അതും വന്നു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മെസ്സേജ് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കാം. ഓക്കെ, അതിന് ഞാൻ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ഒരു ഫീൽഡ് ആണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ഫീൽഡ് കൊടുത്തു. ഇതിൽ മെസ്സേജ് എന്ന് കൊടുക്കാം. അതിൻ്റെ നെയിം ആട്രിബ്യൂട്ടിൽ മെസ്സേജ് എന്നുള്ളൊരു പേര് കൊടുത്തു. അതിനുശേഷം ID അതേപടി നിന്ന് കോളം 30 എത്ര കോളം വേണം എന്നാണ് ചോദിക്കുന്നത്. ഞാനതിപ്പോൾ ഒരു 6 കോളം കൊടുക്കാം. ഇത് 6 വേണ്ട, ഒരു 16 കൊടുക്കാം. റോ ഒരു 4 റോ. അപ്പോൾ റോ എന്താണ് കോളം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റോ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ്ടോ, അപ്പോൾ അവിടെ ഒരു ലേബൽ വിട്ടുപോയിട്ടുണ്ട്. ലേബൽ ഫോർ മെസ്സേജ് എന്ന് കൊടുക്കാം. മെസ്സേജ് ഓക്കെ, ഇതിൽ ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് സേവ് ചെയ്ത ശേഷം ഇപ്പോൾ മെസ്സേജ് വന്നു. ഇപ്പോൾ റോ എന്ന് പറയുന്ന സമയത്ത് താഴെ ഇങ്ങനെ വരുന്നത് കോളമായിട്ട്. റോ എന്ന് പറയുമ്പോൾ ഈ ഇത്ര, അപ്പോൾ ആദ്യത്തെ റോ എന്ന് പറയുന്ന സമയത്ത് ഇതാണ് ഒരു റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ, നാലാമത്തെ റോ. ഓക്കെ, അപ്പോൾ 4 റോ എന്ന് കൊടുത്ത സമയത്ത് 4 സ്റ്റെപ്പ് താഴോട്ട് വരുന്ന രീതിക്ക് കോളം 16, അതൊരു നമുക്കൊരു 20 ആക്കാം. കോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ വീതിയിൽ വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ ഈ വീതിയിൽ വ്യത്യാസം വന്നു. അതുപോലെ റോ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മുതൽ ആദ്യത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, നാലാമത്തെ റോ, അങ്ങനെ ഇത് വന്നു. ഇനി നമുക്ക് ആദ്യം ഒരു
ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇൻപുട്ട് ടൈപ്പ് എന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ BR കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ട് BR കൊടുത്തു. ഇനി ഇതിന് താഴെയായിട്ട് ഞാനൊരു ഇൻപുട്ട് ടൈപ്പ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ ടൈപ്പ് വന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ടൈപ്പാണ് ഞാൻ കൊടുക്കുന്നത്. സബ്മിറ്റ് പറയുമ്പോൾ നമ്മളുടെ ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സബ്മിറ്റ് എന്ന് കൊടുത്തു. ഇതിൽ വാല്യൂ എന്നുള്ള ഭാഗത്ത് നമുക്ക് വാല്യൂ എന്ന ആട്രിബ്യൂട്ടിൽ നമുക്കൊരു സബ്മിറ്റ് എന്നുള്ള പേര് കൊടുക്കാം. സബ്മിറ്റ്. ഞാനിത് സേവ് ചെയ്ത ശേഷം ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, സബ്മിറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഇവിടെയായി. അപ്പോൾ ആദ്യം HTML ഫോം എന്നുള്ള ഹെഡിങ് വരുന്നതിന് വേണ്ടി ഒരു H1 ടാഗ് കൊടുത്തു. അതിനകത്ത് ലേബല്, അതിനൊരു ഇൻപുട്ട് ഫീൽഡ്, രണ്ടാമത്തെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്യാനുള്ള ഇൻപുട്ട് ഫീൽഡ്, മൂന്നാമത്തെ മെയിൽ ഇൻപുട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഫീൽഡ്, അതിനുശേഷം ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. ഇനി ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഡേറ്റ കംപ്ലീറ്റും നമ്മളുടെ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബാക്കെൻഡിലൂടെ നമുക്ക് മറ്റുള്ള പ്രോസസ്സ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസിലോട്ട് അല്ലെങ്കിൽ ഒരു ബാക്കെൻഡിലോട്ട് ഈ വാല്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ട് PHP ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് PHP കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ബാക്കെൻഡിലോട്ട് എങ്ങനെ നമുക്ക് വാല്യൂ എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഫോമിൽ ഈ ബാക്കെൻഡിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആക്ഷൻ എന്നുള്ളതിൽ ഞാൻ ഈ PHPയുടെ ലിങ്കാണ് കൊടുക്കുന്നതുള്ളൂ. അതിൻ്റെ പാത്ത് നെയിം value.php എന്നുള്ള ഒരു, അത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. value.php എന്നുള്ള ഒരു ഫയല്. ആ ഫയലിലോട്ടായിരിക്കും നമുക്ക് ഇതിലുള്ള ഡാറ്റ പാസ്സാവുന്നത്. ഞാനവിടെ value.php എന്നുള്ളത് കൊടുത്തു. പക്ഷേ ഇനി ഇതിൽ നിന്ന് ഒരു ആട്രിബ്യൂട്ട് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മെത്തേഡ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ മെത്തേഡിൽ ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഗെറ്റ് എന്നുള്ള ഒരു വാല്യൂ കൊടുക്കാം. ഈ ഗെറ്റ് ഉപയോഗിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വാല്യൂ നമ്മളുടെ ബാക്കെൻഡിലോട്ട് പാസ്സാവുന്നതാണ്. പോസ്റ്റ് എന്താണ്, ഗെറ്റ് എന്താണെന്നുള്ളത് കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഈ വാല്യൂ ബാക്കെൻഡിലോട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇതിൽ എൻ്റർ ചെയ്യുന്ന എന്താണോ വാല്യൂ, ആ വാല്യൂ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ബാക്കെൻഡിലോട്ട് പാസ്സാവുന്നതാണ്. ഓക്കെ, അതെങ്ങനെ പാസ്സാവുന്നത് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ബാക്കെൻഡിലോട്ട് ഇതിൻ്റെ കോഡ് എഴുതിയിട്ടുണ്ട് PHP ഉപയോഗിച്ച്. അതിൽ ഇത് വേരിയബിൾ നെയിം, അതുപോലെ ഇത് പോസ്റ്റ്, ഇവിടെ ഞാൻ ഗെറ്റ് എന്നുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങളിത് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇതെങ്ങനെ ബാക്കെൻഡിലൂടെ വാല്യൂ ഗെറ്റ് ചെയ്തെടുത്ത ശേഷം അത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ PHPയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനുശേഷം എക്കോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇൻപുട്ട് ഫീൽഡിൽ നിന്ന് വാല്യൂ ബാക്കെൻഡിലോട്ട് വരും. ഈ വരുന്ന സമയത്ത് ഈ തരത്തിലായിരിക്കും ഈ വേരിയബിൾ നെയിമിലോട്ട് വാല്യൂ അസൈൻ ആവുന്നതാണ്. ഈ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കോ എന്നുള്ള ഔട്ട്പുട്ട് കാണിക്കുന്നതിനുള്ള വേരിയബിളിൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ്. ഓക്കെ, ഞാനിത് സേവ് ചെയ്ത ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് ശേഷം ഇവിടെ ഒരു പേര് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പേര് കൊടുക്കുന്നത് നെയിം എന്നുള്ളത്
സുജ എന്നുള്ളൊരു പേര് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തു. അതുപോലെ മെയിൽ എന്നുള്ളത് സുജ എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് ഇതിൽ പ്ലീസ് ഇൻക്ലൂഡ് @ എന്ന് കാണിക്കുന്നുണ്ട്. അത് മെയിലിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു @ ഇല്ലെങ്കിൽ വാല്യൂ ഗെറ്റ് ആവുന്നതല്ല, ഇല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്നതല്ല. ഓക്കെ, ഇനി അതൊന്ന് എന്ത് സംഭവിക്കും നോക്കാം. @gmail.com. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് മെസ്സേജിന് വേണ്ടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സബ്മിറ്റ് ചെയ്യാം. നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള വാല്യൂ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ പേര് സുജ എന്നുള്ള പേര് കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, അതുപോലെ മെയിൽ ID കൊടുത്തു, ഒരു മെസ്സേജ് കൊടുത്തു. ആ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ബാക്ക് എൻഡിലോട്ട് ആ പേര് വന്നു. അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇൻപുട്ട് ഫീൽഡിലൂടെ വാല്യൂ സബ്മിറ്റ് ചെയ്ത ശേഷം ബാക്ക് എൻഡിലൂടെ അത് ഗെറ്റ് ചെയ്ത ശേഷം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിൽ ഒരു ഇൻപുട്ട് ഫീൽഡ് ഉപയോഗിച്ച് നമുക്കൊരു ഫോം ഉപയോഗിച്ച് എങ്ങനെ ഒരു HTML ഫോം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഈ കോഡിങ്ങുമായി താല്പര്യമുള്ള നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.